ഹലോ, വെൽക്കം ടു അജി കിച്ചൻ. ഇന്ന് ഞാനൊരു സ്വീറ്റ് റെസിപ്പിയാണേ ഉണ്ടാക്കാൻ പോകുന്നത്. അതിന് 2 ഏത്തപ്പഴം എടുത്തു വെച്ചിട്ടുണ്ടേ. ഈ ഏത്തപ്പഴം കൊണ്ട് നല്ലൊരു അടിപൊളി സ്വീറ്റ് ഉണ്ടാക്കേ. ആദ്യം നമുക്ക് ഏത്തപ്പഴം ഇതുപോലെ രണ്ടും അരിഞ്ഞെടുക്കേ. അപ്പം ഞാൻ 2 ഏത്തപ്പഴമെല്ലാം എടുത്തേക്കുന്നത് 3 എണ്ണം എടുത്തായിരുന്നേ. കാര്യം 2 എണ്ണം അരിഞ്ഞിട്ട് ഒന്നുമില്ല. അപ്പം എന്താ 3 എണ്ണം എടുത്തിട്ടുണ്ട്. കണ്ട, ഇത് പിടിക്കട്ടെ. ഞാൻ സ്റ്റൗ ഓണാക്കട്ടെ. ക്യാമറ മാറ്റാം. സ്റ്റൗ ഓണാക്കി കടായി എടുത്ത് വെച്ചു. പാത്രം ഒന്ന് ചൂടാവട്ടെ. നമ്മളെ പാത്രം ചൂടായി. ഇതിനകത്ത് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കേ. ഒരു 3-4 ഇതിന് പകരം നെയ്യാണ് ഒഴിച്ചു കൊടുക്കണ്ടേ. പക്ഷെ ഞാൻ നെയ്യ് അത്ര എനിക്ക് വലിയ ഇതല്ലാത്തത് കഴിക്കും. പക്ഷെ എന്നാലും ഇതൊക്കെ വെക്കുമ്പം കഴിക്കാൻ ഇത്തിരി പാടാണ്. അതുകൊണ്ടാണ് ഞാൻ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തേ. ഈ ചൂടായ എണ്ണയിലോട്ട് ഒരു 50 ഗ്രാം കറുത്ത കുരുവില്ലാത്ത മുന്തിരിയെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഒരു 4 ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണയുണ്ട്. കഴുകി വെച്ചേക്കുന്ന മുന്തിരിക്കല്ലേ, അപ്പോൾ അതിൻ്റെ ആ വെള്ളമയമുണ്ട്. ഇതിലോട്ട് നമ്മളിപ്പോൾ അരിഞ്ഞ് വെച്ച 3 ഏത്തപ്പഴം ഇല്ലേ, അതിനകത്ത് ഇട്ട് കൊടുക്കാം. ഇത് നല്ലതുപോലെ ഒന്ന് വഴറ്റിയെടുക്കണേ. അജി കിച്ചൻ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് ഫോളോ ചെയ്ത് ഷെയർ ചെയ്യാൻ മറക്കല്ലേ. പിന്നെ സബ്സ്ക്രൈബ് ചെയ്തവർക്ക് വളരെ വളരെ നന്ദിയുണ്ട്. തീ ഇതിൻ്റെ രീതിക്കനുസരിച്ച് കൂട്ടിയും കുറച്ചും ഇട്ട് കൊടുത്തോണ്ടിരിക്കണേ. കരിയരുത്. ഈ തീയിൽ കിടന്നൊന്ന് നല്ല വഴന്ന് വരട്ടെ. ഓക്കെ, നമ്മുടെ ഏത്തക്കയൊക്കെ നല്ല വഴന്ന് വരുന്നുണ്ട്. തീ കുറച്ചും കൂട്ടിയും കൊടുത്തോണ്ടിരിക്കണേ. ഒരേ തീയിൽ തന്നെ ഇടരുത്. മുന്തിരിങ്ങയൊന്നും കരിയില്ല. കാര്യം നമ്മുടെ ഏത്തപ്പഴത്തിൻ്റെ ഒരു വെള്ളത്തിൻ്റെ മയമില്ലേ, ഒരു കൊഴുകൊഴുപ്പുണ്ട്. അതുകൊണ്ടത് കരിയില്ല. പിന്നെ തീ കുറച്ചും കൂട്ടി ഇട്ട് കൊടുത്തോണ്ടിരിക്കുക. ഇളക്കി കൊടുത്തോണ്ടേയിരിക്കുക. അധികം സമയമൊന്നും ഇളക്കണ്ട. ഇപ്പം ഞാനിപ്പോൾ ഇളക്കാൻ തുടങ്ങിയിട്ട് ഒരു 1.5 മിനിറ്റോളേ ആയിട്ടുള്ളൂ. ഒന്നുകൂടെ ഒന്ന് വഴന്ന് വന്നാൽ മതിയേ. ഈ വഴന്ന് വന്ന ഈ ഏത്തപ്പഴത്തിലോട്ട് ഒരു 50 ഗ്രാം വെള്ള എള്ള് അത് ഇട്ട് കൊടുത്തിട്ടുണ്ട്. എള്ള് വലുതായിട്ടങ്ങ് ഫ്രൈ ആയി പോകുന്നും വേണ്ട. ചെറുതായിട്ട് അതിൻ്റെ ഒരു ആ പച്ചിപ്പൊന്ന് മാറിക്കിട്ടണേ. മതി. ഇനി ഇതിനകത്തോട്ട് ഞാൻ കാണിച്ചേനെ, ചെറിയൊരു കപ്പ്, ഇപ്പം 3 ഏത്തപ്പഴം ഇല്ലേ, അതായത് ഇതുപോലത്തെ ചെറിയൊരു മുറി തേങ്ങ, ചെറിയ തേങ്ങയുടെ ഒരു മുറി തേങ്ങ ഉണ്ട്. അത് ഇതിനകത്തോട്ട് ഇട്ട് കൊടുക്കേ. ഇതെല്ലാം കൂടി ഇട്ടൊന്ന് നല്ലതുപോലെ ഒന്ന് വഴന്ന് വരട്ടെ. നെയ്യ് ഉപയോഗിക്കണമെങ്കിൽ നല്ല മണമായിരിക്കും, നല്ല ഹെൽത്തി ആയിരിക്കും. വെളിച്ചെണ്ണ നല്ലത് തന്നെ.
നെയ്യ് ഉപയോഗിക്കാത്തവർക്ക്, വലിയ ഇഷ്ടമില്ലാത്തവർക്ക് ഇതുപോലെ വെളിച്ചെണ്ണയിൽ റെഡിയാക്കിയെടുക്കേ. ഒന്ന് വഴന്ന് വരട്ടെ. നമ്മളെ തേങ്ങയും എള്ളും എല്ലാം നല്ല റെഡിയായേ. ഏത്തപ്പഴം എല്ലാം റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിനകത്തോട്ട് ഒരു 300 ഗ്രാം ശർക്കര, ഇത് ശർക്കര പൊടിയായേ. മറ്റേ കട്ട ശർക്കരയാണെങ്കിൽ പിന്നെ അത് വെള്ളത്തിയിട്ട് ശകലം വെള്ളത്തിയിട്ടൊന്ന് ഉരുക്കിയെടുത്തിട്ട് അരിച്ചൊഴിച്ചു കൊടുത്താൽ മതി. മണ്ണും ചെളിയൊന്നും ഇല്ലാത്ത ശർക്കരയാണെങ്കിൽ പൊടിച്ചിട്ട് കൊടുക്കുക. ഇതൊന്ന് ഇളക്കിയെടുക്കേ. ശർക്കര വേണമെങ്കിൽ നമുക്ക് ചേർക്കാം. ഇപ്പം ഞാൻ ഒരു 300 ഗ്രാമാണ് ഇതുള്ളത്. ഈ വെള്ളം ഒന്നും ചേർക്കണ്ടേ, തീരെ കുറച്ചിട്ടേക്ക്. ശർക്കര കുറച്ചും കൂടി വേണ്ടി വരും. ഒരു 50 ഗ്രാം ശർക്കര പൊടിയും കൂടി ഇട്ട് കൊടുത്തേ. പിന്നെ മധുരം കൂടുതൽ വേണമെന്നവർക്ക് മധുരം തോനെ ഇട്ട് കൊടുക്കാം, കുറയ്ക്കുന്നവർക്ക് കുറച്ചിട്ട് കൊടുക്കാം. എല്ലാം കൂടെ നല്ല ഒന്ന് മെൽറ്റായിട്ട് വഴന്ന് വരട്ടെ. ഓക്കെ, നമ്മുടെ ശർക്കരയും പഴവും എല്ലാം തേങ്ങയും എല്ലാം നല്ല മിക്സായി, ശർക്കരയൊക്കെ നല്ല ഉരുകി വന്നിട്ടുണ്ട്. ഇനി ഇതിനകത്തോട്ട് ഒരു നുള്ളുപ്പ് ഇട്ട് കൊടുക്കേ, ഒരു നുള്ളുപ്പ്. നമ്മൾ ഒഴിച്ചു കൊടുത്ത എണ്ണയില്ലേ, അതൊക്കെ തെളിച്ച് വരുന്നുണ്ടേ. ഇതെല്ലാം ഉപ്പ് എല്ലായിടവും കൂടെ ഒന്ന് മിക്സ് ചെയ്യാം. ഓക്കെ, നമ്മുടെ ഏത്തപ്പഴമൊക്കെ നല്ല റെഡി ആയിട്ടുണ്ടേ. ശർക്കരയൊക്കെ നല്ല ഉരുകി വന്നിട്ടുണ്ട്. ഒന്നും കൂടെ ഒന്ന് ഉരുകിക്കോട്ടെ. അതിന് മുമ്പേ നമുക്ക് കുറച്ച് ഏലക്ക പൊടിച്ചത്, ഒരു 6 ഏലക്കയുണ്ട്. ഇത് ഏലക്കാപ്പൊടി, ചെറിയ ഏലക്കയായിരുന്നേ, അതിട്ട് കൊടുക്കാം. തീ ഒരല്പം കൂട്ടി കൊടുക്കാം. ഒരു മിനിറ്റ് കൂടെ ഒന്ന് കിടക്കട്ടെ. ഓക്കെ, നമ്മുടെ ഏത്തപ്പഴം സ്വീറ്റ് റെഡി ആയിക്കഴിഞ്ഞേ. നല്ല മണം, ഏലക്കയൊക്കെ ഇട്ട് കൊടുത്തില്ലേ. ഇനി ഞാനൊരു നെയ്യ് പുരട്ടിയൊരു പ്ലേറ്റ് ഇവിടെ വെച്ചിട്ടുണ്ട്. അതിനകത്തോട്ട് ഇത് കോരിയിട്ട് വെക്കാം. നല്ല ചൂട്. ഗ്യാസ് ഓഫാക്കാം. ഇത് ഏത് രീതിയിൽ വേണമെങ്കിലും നമുക്കെടുക്കാം. ഉരുട്ടി വേണമെങ്കിൽ എടുക്കാം, അല്ല ഇതുപോലെ പരത്തി ഏത് ആകൃതിയിൽ വേണമെങ്കിലും കണ്ടിച്ചെടുക്കാം.
നല്ല ടേസ്റ്റ് ചെയ്ത് കഴിക്കാൻ. ഇത് റൂം ടെമ്പറേച്ചറിനകത്ത് ഇരുന്ന് ഒന്ന് തണുത്ത് കിട്ടട്ടെ. എപ്പോൾ തണുക്കുന്നോ അപ്പം വെട്ടാം. ഓക്കെ, നല്ലതുപോലെ റെഡിയാക്കിയിട്ടുണ്ടേ. ഇനി ഒന്നൊന്ന് തണുത്ത് കിട്ടട്ടെ. തണുത്ത് കിട്ടിയിട്ട് നമുക്ക് കഷ്ണമായിട്ട് എടുക്കാം. അങ്ങനെ അരികൊക്കെ ഒന്ന് റെഡിയാക്കി കൊടുത്താൽ മതി. ഇങ്ങനെ ഇരിക്കട്ടെ. ഇത് അടുപ്പിന് ചൂടുണ്ട്, ഞങ്ങൾക്ക് മാറ്റി വെച്ചേക്കാം. ഇപ്പോൾ ഒരു അരമണിക്കൂർ കഴിഞ്ഞിട്ടുണ്ടേ. ഇത് നമ്മൾ ഒഴിച്ച് വെച്ചിട്ട് ഒരു 5-10 മിനിറ്റ് കഴിയുമ്പോഴേ ഇതൊന്ന് ഇളക്കി ഇങ്ങനെ പൊക്കി കൊടുക്കണേ. ചട്ടുകോ കട്ടിയുള്ള ചട്ടുകോ സ്പാച്ചിലോ ഒക്കെ വെച്ചൊന്ന് ഇങ്ങനെ പൊക്കി കൊടുക്കണേ, അല്ലെങ്കിൽ അങ്ങ് ഉറഞ്ഞിരുന്ന് പോകും. കണ്ടോ, കംപ്ലീറ്റ് എടുക്കാൻ പറ്റി. അല്ലെങ്കിൽ അങ്ങ് പറ്റിയിരിക്കേ. നെയ്യ് തേച്ചെന്ന് പറഞ്ഞാലും ഇത് നല്ല പറ്റി ഉറച്ചിരിക്കും. ഇനി ഇത് നമുക്കൊന്ന് കണ്ടിച്ചെടുക്കാം. അപ്പം നല്ല തണുത്ത്. ഓക്കെ ഓക്കെ ഉണ്ടോ, നല്ല മണം എള്ളിൻ്റെയൊക്കെ. നമുക്കിപ്പം കടിച്ച് കഴിക്കാൻ പറ്റും. കാര്യം എള്ളൊക്കെ ഉണ്ട്, കുടുകുടുക്കുന്ന കടിച്ച് കഴിക്കാൻ പറ്റും. നല്ല ടേസ്റ്റ്. അതല്ല ഇത് വേണമെങ്കിൽ നമുക്ക് ഉരുട്ടിയെടുക്കാം. പിള്ളേർക്കും വലിയവർക്കും ഒക്കെ ഇഷ്ടപ്പെടുന്ന നല്ല ഹെൽത്തി ആയിട്ടുള്ളൊരു സ്വീറ്റാണ്. ഞാൻ വേറൊരു പ്ലേറ്റിലോട്ട് സെറ്റ് ചെയ്യാം. ഓക്കെ, എന്ത് നല്ല ഏത്തക്ക ബർഫിയാണ്. അറിയാവോ, മാവില്ല, ഒന്നുമില്ല, വെറും ഏത്തക്കയും പിന്നെ എള്ള് നല്ലതാണ് ഇടുന്നത്. നല്ല ടേസ്റ്റ് ആയിരിക്കും എള്ളിടുന്നത്. നല്ല കടിക്കാനായിട്ട് എള്ള് മുട്ടായിയുടെയൊക്കെ ടേസ്റ്റും ഏത്തക്ക എന്തോ ഒരു നല്ലൊരു ടേസ്റ്റ് ആയിരുന്നു കഴിക്കാനായിട്ട്. പിള്ളേരൊക്കെ ഭയങ്കരമായിട്ട് കഴിക്കും. പിള്ളേരിന്ന് എള്ള് കഴിക്കാനൊക്കെ ചിലർക്ക് മടിയല്ലേ. അപ്പോൾ ഇതുപോലെ ഉണ്ടാക്കി കൊടുത്തിട്ട് ഇതിന്റെ ഫീഡ്ബാക്ക് പറയാൻ മറക്കല്ലേ. അടുത്ത വീഡിയോ ആയിട്ട് അടുത്ത ദിവസം. ഓക്കെ.